എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഹിസ്റ്ററിയുടെ അവസാനത്തെ ഒരു ഫൈനൽ ലാപ്പാണ് നമ്മളിന്നിവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഏതൊക്കെയാണ് ചോദിച്ചത് എന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ആൻഷ്യൻ്റ് സിവിലൈസേഷനിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് 6 ബ്ലോക്ക് നമ്മൾ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കും. കാരണം 6 ബ്ലോക്ക് നമ്മൾ തീർത്തിരിക്കുന്നത് വളരെ വലിയ ബ്ലോക്കുകളാണ്, എല്ലാ ബ്ലോക്കുകളും. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നു. അതിൻ്റെയോടൊപ്പം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഈ ഒന്നാമത്തെ ഒരു നമ്മുടെ യൂണിറ്റിൻ്റെ പേര് റിവർ സിസ്റ്റം ആൻഡ് ജിയോഗ്രഫി ഓഫ് ഈജിപ്ത് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിയോ, അതിൽ ജിയോഗ്രഫി ഓഫ് ഈജിപ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ജിയോഗ്രഫിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്, ഒന്നാമത്തെ ഒരു കാര്യം എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സംസ്കാരമാണ് നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരമെന്ന് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഇതിനെ അന്താരാഷ്ട്ര നദി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ എഴുതിക്കൊള്ളുക. പിന്നെ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് 11 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ അതിനകത്ത് എഴുതേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഏകദേശം 6600 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എഴുതുക. ബ്ലാക്ക് നൈല്, അതുപോലെ തന്നെ വൈറ്റ് നൈല്, ബ്ലൂ നൈല് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ജിയോഗ്രഫിക്കൽ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ? വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈജിപ്തിൻ്റെ നമ്മുടെ ഈജിപ്ത് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ നൈലിൻ്റെ ദാനമാണ് ഈജിപ്ത് എന്നാണ് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇനി അത് കൂടെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ഒരു ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഈ നദി കടന്നു പോകുന്നുള്ളത് ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ ഈ നൈൽ നദിയിൽ ഫ്ലഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഫ്ലഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ഈ നൈൽ നദീനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുകയും ഇടയ്ക്ക് വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ സവിശേഷതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തൊരു നോക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, വേറെ തന്നെ 2 മാർക്കിന് ചോദിച്ചൊരു കൺസെപ്റ്റാണ്. എന്താണ് വഫ എൽ നിൽ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വഫ എൽ നിൽ? അത് ഞാനിവിടെ വരച്ച് വെക്കാം. എന്താണ് വഫ എൽ നിൽ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്? അതാണ് വഫ എൽ നിൽ ഈ ഒരു ടോപ്പിക്ക് വഫ എൽ നിൽ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ആഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ഈജിപ്തുകാർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ശരിക്കും. അത് ഈ വെള്ളപ്പൊക്കം, അതായത് ഈ വരണ്ട് കിടക്കുന്ന ഭൂമിയെ, റെയിൻലെസ് ആയിട്ടുള്ള അവരുടെ ഭൂമിയെ എന്ത് ചെയ്യുന്നു, ഈജിപ്ത് നദി റെയിൻ വാട്ടർ കൊണ്ടുവരുന്ന ആ ഒരു സമയം ആണ് പ്രധാനമായിട്ടും ഇവർ വഫ എൽ നിൽ എന്ന് പറയുന്ന ആ ഒരു ആഘോഷം ആ ഒരു പരിപാടി ഫെസ്റ്റിവൽ അവർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ആണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോട്ടിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിച്ചൊരു ചോദ്യമാണ്. വഫ എൽ നിൽ എന്നാൽ എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വഫ എൽ നിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വഫ എൽ നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഫ എൽ നിൽ ഇതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്ക് 4 മാർക്കിനൊക്കെ ഇത് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് വഫ എൽ നിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്.
പിന്നെ നമുക്ക് അധികം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം 6 ബ്ലോക്കുകളും വളരെ പെട്ടെന്ന് നമുക്ക് തീർത്ത് പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വഫ എൽനിൽ എന്നായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം. ഓക്കെ. പിന്നെ ആ ഒരു യൂണിറ്റിൽ നിന്ന് അത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ഡൈനാസ്റ്റികളെ കുറിച്ചാണ് പറയുന്നത്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് പീരീഡ്, സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് പീരീഡ്, അങ്ങനെ മൂന്നാമത്തേത് ന്യൂ കിങ്ഡം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ ആദ്യത്തെ രാജവംശത്തിനെയാണ് അവിടുത്തെ പ്രീ ഡൈനാസ്റ്റിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കണം. പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൻ്റെ 3100 BC മുതലാണ് അവരുടെ പ്രീ ഡൈനാസ്റ്റിക് പീരീഡിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിന് ശേഷം പ്രധാനപ്പെട്ട അവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും മറ്റ് പ്രധാനപ്പെട്ട രാജവംശങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഓൾഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന ഒരു പീരീഡ്. ഓൾഡ് കിങ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഓൾഡ് കിങ്ഡം? ഈ ഓൾഡ് കിങ്ഡം എന്തുകൊണ്ടാണ് ഫേമസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുറേ പിരമിഡുകളും അതുപോലെ തന്നെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഈ യൂണിറ്റി കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു ഓൾഡ് കിങ്ഡത്തിലാണ്. അപ്പോൾ അത് വളരെ സവിശേഷതയുള്ള ഒരു കാലഘട്ടമാണ് ഓൾഡ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു പീരീഡിനെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓഫ് പിരമിഡുകൾ, പിരമിഡുകളുടെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഓൾഡ് കിങ്ഡത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഓൾഡ് കിങ്ഡം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്താണ് ഓൾഡ് കിങ്ഡം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. ഓൾഡ് കിങ്ഡം ഈജിപ്തിലെ പ്രീ ഡൈനാസ്റ്റി കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ തുടക്കത്തിലെ ഒരു രാജവംശം ആണ് ഓൾഡ് കിങ്ഡം എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ അതിനകത്ത് എഴുതേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ രാജാക്കന്മാരുണ്ട്. ഇമൻഹോട്ടപ്പ്, അതേപോലെ ഇംഹോട്ടപ്പ്, അതേപോലെ തന്നെ ജോസർ. ഓക്കെ, പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ്. ഈ ജോസറും ഇംഹോട്ടപ്പെല്ലാം ആ കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇതൊക്കെ അവരുടെ കാലഘട്ടത്തിൽ, ഈ ജോസറിൻ്റെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേയധികം പിരമിഡുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്നെഫ്രു എന്ന് പറയുന്ന രാജാവിൻ്റെ പിരമിഡുകളെല്ലാം ഈ കാലഘട്ടത്തിൽ കൺസ്ട്രക്ട് ചെയ്തതാണെന്നും കൂടി ഓർത്ത് നോക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് പീരീഡിനെ പൊതുവെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ഡാർക്ക് പീരീഡ് എന്നാണ്. ഡാർക്ക് പീരീഡ് എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ഇൻറ്റേർണലി ആയിട്ടുള്ള കുറേ കോൺഫ്ലിക്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് പീരീഡ്, കറുത്ത കാലഘട്ടം, കറുത്ത യുഗം എന്ന പേരിലൊക്കെ ആൻഷ്യൻ്റ് ഈജിപ്തിൻ്റെ ഹിസ്റ്ററിയിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കുറേ തരത്തിലുള്ള ഇഷ്യൂസൊക്കെ അപ്രോക്സിമേറ്റ്ലി അവിടെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതിനെയാണ് പൊതുവെ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഡാർക്ക് പീരീഡ് ഓഫ് ഈജിപ്ത് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. പിന്നെ ഓൾഡ് കിങ്ഡം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിഡിൽ കിങ്ഡം. അത് വലിയൊരു ഇമ്പോർട്ടൻസ് ആയി കാണുന്നില്ല, എന്നാലും പരീക്ഷയ്ക്ക് ചോദിച്ചതൊരു കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചു വെക്കുക. ആ കാലഘട്ടത്തിലാണ് കർണാർക്ക് എന്ന് പറയുന്ന ടെമ്പിളൊക്കെ ബിൽഡ് ചെയ്തത്. ആ കാലഘട്ടത്തിലാണ് കർണാർക്ക്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കർണാർക്ക് എന്ന് പറയുന്ന ടെമ്പിളൊക്കെ ബിൽഡ് ചെയ്തത് ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ അതിനകത്ത് ചോദിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈജിപ്തുകാരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മതമാണ്, റിലീജിയനാണ്. റിലീജിയന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ശരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് ഈ ചരിത്രം എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരുടെ മതമാണ്. മതം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മതത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് 3 നമുക്ക് നോക്കാം. വളരെ സ്പീഡിൽ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ബ്ലോക്കും തീർക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അവരുടെ മതം, റിലീജിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവരുടെ ഒന്നാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവർ പോളിതീസം എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് വിശ്വസിച്ചിരുന്നത്. എന്താണ് പോളിതീസം എന്ന് പറഞ്ഞാൽ? പോളിതീസം എന്ന് പറഞ്ഞാൽ
ബഹു അല്ലേ ദൈവാരാധനയാണ് അല്ലേ. മോണോത്തീസ് എന്ന് പറഞ്ഞാൽ ഏക ദൈവാരാധന, പോളിത്തീസ് എന്ന് പറഞ്ഞാൽ ബഹു ദൈവാരാധന. അതായത് ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൺസെപ്റ്റ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്, ഇവർ തുടർന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 3000-ലധികം ദൈവങ്ങളെ ഇവർ ആരാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് സൺ അല്ലേ, സൂര്യൻ. സണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മൂണാണ്. ഓക്കെ, മൂണാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതും കൂടി ഓർത്ത് വെക്കുക. ഇത് വെറുതെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മളത് ക്ലാസ് ആ രീതിയിൽ നമ്മൾ എടുക്കുന്നതല്ല. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്നതെന്ന് മാത്രം കേട്ടോ. ഇത് ക്ലാസ് എന്ന രീതിയിൽ നിങ്ങൾ ആരും ഇരിക്കരുത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഒന്നുകൂടി ഇതൊക്കെ വരും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിലീജിയനെ കുറിച്ച് നോക്കി നോക്കുക. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോളാർ കൾട്ടാണ്. സോളാർ കൾട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ സോളാർ കൾട്ട് എന്ന് പറഞ്ഞാൽ സൂര്യദേവനെ ആരാധിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ദൈവമാണ് നമുക്കറിയാം, ഗോഡാണ് നമുക്കറിയാം, സൺ അല്ലേ. അപ്പോൾ ഈ അവരുടെ ആൻഷ്യൻ്റ് ഈജിപ്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവ ആരാധനയാണ് സോളാർ കൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ എന്താണ് സോളാർ കൾട്ട് എന്നുള്ളത് ഒരു 4 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ടി വരും. 4 മാർക്കിന് എന്താണ് സോളാർ കൾട്ട് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഓക്കെ, സോളാർ കൾട്ട് എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇത് ഈ ചിത്രങ്ങളൊക്കെ നോക്കി പോവുക. എന്താണ് ഒസിരീസ്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഒസിരീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോഡാണ്. ആൻഷ്യൻ്റ് ഈജിപ്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദൈവമാണ് ഒസിരീസ് എന്ന് പറയുന്നത്. ഇതും ഏകദേശം 2 മാർക്കിനും 2 മാർക്ക്, അതുപോലെ 4 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് ഒസിരീസ്, ഒസിരീസ് എഴുതാൻ, ഒസിരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 2400 BC അവരുടെ ആ ഒരു ഒസിരീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉയർന്നു വന്നത്. അതാരാണെന്നുള്ളതൊക്കെ നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ടും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. വേറൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കുക, ഒസിരീസൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അക്നാട്ടൻ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അക്നാട്ടൻ. ഈ അക്നാട്ടൻ എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഈ അക്നാട്ടൻ എന്ന് പറയുന്നത്. ഈ അക്നാട്ടൻ എങ്ങനെയാണ് ഫേമസ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ ഈ അക്നാട്ടൻ ഏകദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഏക ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ മോണോത്തീസം അല്ലെങ്കിൽ ഏക ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ് അക്നാട്ടൻ. ഓക്കെ, അമൻഹോട്ടപ്പ് 4 എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, അക്നാട്ടൻ. ഇദ്ദേഹമാണ് ഏകദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ആൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് അക്നാട്ടൻ. ഓക്കെ, ഇനി മറ്റൊരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഈജിപ്തുകാരുടെ ഫിലോസഫിയെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവരുടെ ഫിലോസഫിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആൻഷ്യൻ്റ് ഈജിപ്ഷ്യൻ സോഷ്യൽ ലൈഫും റിലീജിയനും ഫിലോസഫിയും വേറെ ഡീപ്ലി ഇൻ്റർ റിലേറ്റഡ് ആണെന്ന് പറയുക. എല്ലാം പരസ്പരം അങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് പറയുക. അവരുടെ റിലീജിയനാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്നും കൂടി നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ആൻഷ്യൻ്റ് ഈജിപ്തിലെ ജനങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഫിലോസഫി ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആഫ്റ്റർ ലൈഫിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. അത് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ലൈഫ് അല്ലേ. ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പിന്നീടുള്ള ജീവിതം അവർ പിന്നെ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കും. അവരുടെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ആഫ്റ്റർ ലൈഫ് എന്നുകൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ലൈഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ആഫ്റ്റർ ലൈഫ്. ഓക്കെ, അതൊന്ന് നിങ്ങൾ ഓർത്ത് നോക്കണം. ആഫ്റ്റർ ലൈഫ് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഓർത്ത് നോക്കാം. അപ്പോൾ ഫിലോസഫി അവരുടെ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടത് റിലീജിയനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പാഠത്തിന് ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എന്താണ് ഹയറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ഹയറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? എന്താണ്
അല്ല, ഹയറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഈജിപ്തുകാർ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹയറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ക്യൂണിഫോം ലിപി. ഈ ഹയറോഗ്ലിഫിക് സ്ക്രിപ്റ്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് വായിച്ചെടുത്തത് ഷാംപോലിയൻ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ്. ഷാംപോലിയൻ. ഷാംപോലിയൻ അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് വായിച്ചെടുത്തത്. ഇതിൻ്റെ മീനിങ് സാക്രഡ് ഇൻസ്ക്രിപ്ഷൻ എന്നാണ്, വിശുദ്ധമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്നാണ് ഇതിൻ്റെ മീനിങ്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഹയറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്ലാസ്സായിട്ട് എടുക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും ഒരു ക്ലാസ്സായിട്ട് എടുക്കരുത്. മറിച്ച് ഇത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ, ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹയറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ചാണ്. അതിൽ നിങ്ങൾ എഴുതേണ്ട ഒരു പ്രധാനപ്പെട്ടത്, ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അവരുടെ ആ യൂണിറ്റ് വലിയ പ്രാധാന്യമുള്ളൊരു യൂണിറ്റ് അല്ല എങ്കിൽ പോലും എസ് എ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എസ് എ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട, ഇടയ്ക്ക് എല്ലാവരും പേഴ്സണലി മെസ്സേജൊക്കെ അയക്കുന്ന ആൾക്കാരാണ്. കുറേ ആൾക്കാർ മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ട്. ഈജിപ്തുകാരുടെ ആർക്കിടെക്ചർ, സ്കൾപ്ചർ ഇതിനെക്കുറിച്ചൊന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈജിപ്തുകാരുടെ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കല, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ കല എന്ന് പറയുന്ന പ്രധാനമായിട്ടും അവരുടെ പിരമിഡുകളാണ്. അവരുടെ പിരമിഡുകളെയാണ് പ്രധാനമായിട്ടും അവരുടെ കല എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അവരുടെ ടോംസ് ആണ്. ടോംസ് എന്ന് പറഞ്ഞാൽ പിരമിഡുകളാണ്. ഓക്കെ. ഇനി ഫീച്ചേഴ്സ്, ഇതിന് കുറേ സവിശേഷതകളുണ്ട്. ഇവർ ആർട്ടിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ആർട്ട് വാസ് 2 dimensional or 3 dimensional പീസസ് ഓഫ് സർവ്സ് ആസ്തറ്റിക് ഫങ്ഷണൽ പർപ്പസ്. അപ്പോൾ ഇതൊരു ആസ്തറ്റിക് ആൻഡ് ഫങ്ഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആർട്ടാണ്. ഓക്കെ. പിന്നെ ഇത് പറയുന്നു, ഇത് റിവീൽ ചെയ്യുന്നത് ഇവരുടെ പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ കോഴ്സാണ്. അപ്പോൾ ഈ ആൻഷ്യൻ്റ് ഈജിപ്തുകാരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള, സാമൂഹിക സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഈ പിരമിഡുകളുടെയും ഈ ആർട്ടിലൂടെയൊക്കെ അവർ കാണിക്കുന്നത് അല്ലേ. മോസ്റ്റ് ഓഫ് ദി ആർട്ട് വർക്ക് സിമെൻറ്റഡ് ട്രഡീഷൻ, ഗ്രാജുവൽ ഇവല്യൂഷൻ, കൺവെൻഷൻ, ഇൻസ്റ്റൻറ്റ് മാസീവ് ഡേവിയേഷൻ. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പക്ഷേ അവരുടെ ആർട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന പിരമിഡുകളുടെയാണ്. നമ്മൾ പറഞ്ഞില്ല ഏജ് ഓഫ് പിരമിഡുകൾ, ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം എഴുതി വെക്കുക. പിന്നെ ഈ പോയിൻറ്റുകളൊക്കെ നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് എടുത്തത് വേറൊരു സാറാണ്. സാർ തന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് സാർ തന്നതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ അവരുടെ സ്കൾപ്ചറെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ശില്പങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് സ്കൾപ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനമായിട്ടും വുഡാണ്. വുഡ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ്. പിന്നെ മെറ്റൽ പറഞ്ഞാൽ ലോഹങ്ങൾ അല്ല, സ്റ്റോൺ, വുഡ്, സ്റ്റോൺ, മെറ്റൽ, ഇതിലൊക്കെയാണ് അവർ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂണററി സ്റ്റാറ്റ്യൂസാണ്. അവരുടെ ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഈ മരിച്ചു കിടക്കുന്ന പോലത്തെ ശില്പങ്ങളെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് ഫ്യൂണററി സ്റ്റാറ്റ്യൂസ് എന്ന് പറയുക. ഓക്കെ, അത് അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആഫ്റ്റർ ലൈഫിലൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നതും കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അമ്പലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്പലങ്ങൾ, പിന്നെ ജ്വല്ലറികൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ആർട്ടിന് വേണ്ടിയിട്ട് ജ്വല്ലറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിൽവറും പിന്നെ ജാസ്പറും ലാപ്പിസിലോസിലൊക്കെ കൊണ്ട് അവർ ജ്വല്ലറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മെറ്റൽ വർക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആർട്ടിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അതൊക്കെ അതിനകത്ത് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, അതൊക്കെ എഴുതി തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തോ, കിങ് ജോസറിൻ്റെ സമയത്ത് പിരമിഡുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കിങ് ജോസർ, DJയും വരും, ഡോസർ രണ്ട് പേരും വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് പറയുന്നത്, ആർട്ടിനകത്ത് പറയുന്നത് അവരുടെ ഗോഡസസിനെ കുറിച്ചെല്ലാം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഈ പെയിൻറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ് അവർ യൂസ് ചെയ്യുന്ന സമയത്ത്
അവർ പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കളറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ ഈ ഓരോ കളറും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രധാനമായിട്ടുള്ള അവരുടെ ആ ഒരു കൾച്ചറൽ ഇതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വൈറ്റ് കളറാണെങ്കിൽ ചിലപ്പോൾ പീസ്, സമാധാനം, അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതേപോലെ തന്നെ ഏതൊക്കെ കളർ, ഗ്രീൻ കളർ എന്തിനാണ് സിംബോളൈസ് ചെയ്യുന്നത്? ന്യൂ ലൈഫ്, അല്ല പുതിയൊരു ജീവിതത്തിനെ കുറിച്ചാണ്, ന്യൂ ലൈഫ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല ഫെർട്ടിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ഗ്രീനാണ്. അല്ല, നമുക്കറിയാം കൃഷിക്കെല്ലാം പച്ച കളറാണല്ലോ, കൃഷി സസ്യങ്ങളുടെ നിറങ്ങളൊക്കെ പച്ചയാണ്. അപ്പോൾ ഗ്രീൻ ഫെർട്ടിലിറ്റിയുടെയും കൂടി അല്ലേ ഒരു കളറായിട്ടാണ് അവർ കണ്ടിരുന്നത്. പിന്നെ ബ്ലൂ കളർ അവർ പറയുന്നത് ക്രിയേഷൻ ഓഫ് റീബർത്താണ്. ക്രിയേഷൻ ആൻഡ് റീബർത്തിൻ്റെ ഒരു കളറാണ് ബ്ലൂ കളർ എന്ന് അവർ പറയുന്നത്. പിന്നെ യെല്ലോ എന്താണ് പറയുന്നത്? യെല്ലോ കളർ അവർ പറയുന്നത് സൺ ഗോഡ് അല്ലെങ്കിൽ ഗോൾഡ് സണ്ണിൻ്റെ കളർ എന്താണ്? മഞ്ഞയാണ്. ഗോൾഡിൻ്റെ കളർ മഞ്ഞയാണ്. അപ്പോൾ അതിനെയാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നു ബ്ലാക്ക് എപ്പോഴും അവർ കൺസിഡർ ചെയ്തിരുന്നത് വളരെ മോശം കളറായിട്ടാണ് അവർ ബ്ലാക്കിനെ കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ബ്ലാക്കിനെ ഒരു ഡെത്ത് റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ വൈറ്റിനെയാണെങ്കിൽ അവർ പ്യൂരിറ്റി അല്ലെങ്കിൽ അവർ ഒരു നല്ല ഒരു കളറായിട്ടാണ് സമാധാനം, വൈറ്റ്, പ്യൂരിറ്റി അതിനൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രെസ്കോ സെസ്കോ എന്ന് പറയുന്നൊരു സ്റ്റൈലാണ്. ഫ്രെസ്കോ സെസ്കോ സ്റ്റൈൽ, അതാണ് അവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫ്രെസ്കോ സെസ്കോ. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാസ്റ്ററിങ് കളറിങ് രീതിയാണ്. അതായത് മിക്സഡ് കളർ ചുമരുകളിലെല്ലാം പൂശുന്ന ആ ഒരു രീതിയാണ് ഫ്രെസ്കോ അങ്ങനെ അറിയപ്പെടുന്നത്. അത് ഒരു മെത്തേഡാണ്, കളറിങ് മെത്തേഡാണ് ശരിക്കും. കളറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാൾസ്, ഭിത്തികളിലൊക്കെ തേക്കുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ടേം. അത് നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ അവരുടെ പ്രധാനമായിട്ടും പറഞ്ഞത് തന്നെയാണ് പെയിൻറ്റിങ്സ് പ്ലസൻറ്റ് ആഫ്റ്റർ ലൈഫിനൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. അതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതും കൂടി നിങ്ങൾ അതിനകത്ത് ഓർത്ത് വെക്കുക. പിന്നെ സ്കൾപ്ചറാണ്. സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശില്പങ്ങളാണ്. അവർ പ്രധാനമായിട്ടും കല്ലുകളിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈജിപ്തിൻ്റെ താഴെ ഭാഗം ഡെസേർട്ടാണ്, മരുഭൂമികളാണ്. അപ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള ആ ഭാഗങ്ങളൊക്കെ നൈൽ വാലിയുടെ തീരങ്ങളിലൊക്കെ കല്ലുകൾ ധാരാളം കിട്ടും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അവർ പലതരത്തിലുള്ള ശില്പവിദ്യകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള കല്ലുകൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ്, ഡയോറൈറ്റ്, ക്വാർട്സൈറ്റ് അങ്ങനെ പറയുന്ന പലതരത്തിലുള്ള കല്ലുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, പിന്നെ ഫറവോകളുടെയാണ് അവർ കൂടുതലായിട്ടും നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാച്ചു എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വളരെ ഡീപ്ലി പോകുന്നില്ല. ഡീപ്ലി പോയി കഴിഞ്ഞാൽ അത് തീരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് എഴുതണം. ഈ മ്യൂസിക്, ആർക്കിടെക്ചർ ഇതൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആർട്ടിൻ്റെ ഒരു ഭാഗമാണ് മ്യൂസിക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം കേട്ടോ. അവരൊരു തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരീക്ഷയ്ക്ക് മുമ്പ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈജിപ്തുകാർ ഉപയോഗിക്കുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ഹാർപ്പ് എന്നാണ് അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അതൊരു വളഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണത്, ഹാർപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മ്യൂസിക് അവരുടെ പ്രധാനപ്പെട്ട ആർട്ടിൽ വരുന്നതാണ്. അതും നിങ്ങൾ അതിനകത്ത് എഴുതേണ്ടതാണ്. മ്യൂസിക് ആർട്ടിൽ വരുന്നതാണ്. പോട്ടറി, നമ്മളെ ഡാൻസ്, ഇതൊക്കെ ആർട്ടിൽ വരും. അതൊക്കെ അതിനകത്ത് എഴുതണം. ആൻഷ്യൻ്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവരുടെ പിരമിഡുകളെയാണ് ഉദ്ദേശിക്കുന്നത്. പിരമിഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് ഡിസ്കസ് ചെയ്യണം. അതൊന്ന് നിങ്ങൾ എഴുതണം. ഏതൊക്കെ കാലഘട്ടത്തിലാണ് പിരമിഡുകൾ കൺസ്ട്രക്ട് ചെയ്തത്, അതൊക്കെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഇത് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട്? 10 മാർക്കിന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ചിലപ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റ് അടിച്ച് ഇതെല്ലാ കൊല്ലവും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോ ഇത്തവണയും ഇത് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷ പാസ്സാകാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനാണ് ഈ പാഠഭാഗത്തിൽ മെയിനായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്.
അതിൽ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ 2 നദികളെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന് യൂഫ്രട്ടീസും മറ്റേത് ടൈഗ്രീസ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ്. ഈ നദികളുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷനായിരുന്നു ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അവിടെ നിരവധി വിഭാഗത്തിലുള്ള ജനങ്ങൾ താമസിച്ചിരുന്നു. ഒന്ന് സുമേറിയൻസ്, അക്കാഡിയൻസ്, ബാബിലോണിയൻസ്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ അവിടെ താമസിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഉറൂക്ക് എന്ന് പറയുന്നത്. ആൻഷ്യൻ്റ് മെസപ്പൊട്ടോമിയക്കാരുടെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്, സിറ്റിയാണ് ഉറൂക്ക് എന്ന് പറയുന്നത്. ഉറൂക്ക്, ലഗാഷ്, അതേപോലെ തന്നെ നിപ്പൂര്. ഇത് പ്രധാനപ്പെട്ട അവിടുത്തെ സിറ്റികളാണ്, അവരുടെ പ്രധാനപ്പെട്ട സിറ്റികളാണ് കേട്ടോ. ഉറൂക്ക്, ലഗാഷ്, നിപ്പൂരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സിറ്റികളാണ്. പിന്നെ സുസ ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട സിറ്റികളാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ഡൗൺ അല്ലേ 2 മെസപ്പൊട്ടോമിയൻ സിറ്റികളുടെ പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി പറയണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നത് കേട്ടോ. ഓക്കെ, അത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി മെസപ്പൊട്ടോമിയയിൽ ആദ്യത്തെ ഒരു വിഭാഗം ആൾക്കാരാണ് സുമേറിയക്കാർ. അവരുടെ പൊളിറ്റിക്കൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ നമ്മു എന്ന് പറയുന്ന ആളാണ് നമ്മു കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് നോക്കുക. നമ്മു എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ ശരിക്കും ഈ സുമേറിയൻസിൻ്റെ ഒരു ഒറിജിൻ്റെ ഒരു ശരിക്കും ഫൗണ്ടർ എന്ന് നമുക്ക് കണക്കാക്കാൻ വരുന്നത് നമ്മു എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ അവരുടെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ലീഗൽ സിസ്റ്റമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുറേ കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. കോഡ് ഓഫ് ഹമ്മുറാബി നമുക്കറിയാം. കോഡ് ഓഫ് ഹമ്മുറാബി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ നിയമസംഹിത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിയമസംഹിത. ഇത് അദ്ദേഹം സൂര്യദേവനായിട്ടുള്ള ഷാമാഷ് എന്ന് പറയുന്ന ദൈവത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഒരു നിയമസംഹിതയാണ് എന്നൊക്കെയാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി സുമേറിയക്കാരുടെ എക്കണോമി നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അവർ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി, നമുക്ക് ഇന്നാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്, സ്വകാര്യ സ്വത്ത്. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടെമ്പിൾസ് ആ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ വെയർ ഹൗസ് ഉണ്ട്, പിന്നെ ഫാർമർ, പിന്നെ കൃഷിക്കാർ, അഗ്രികൾച്ചറിസ്റ്റ്, അതേപോലെ തന്നെ ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ആൾക്കാർ ഒക്കെ, ഈ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ താമസിച്ചിരുന്നു, മെസപ്പൊട്ടോമിയയിൽ താമസിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാത്തത്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുവിദ്യയാണ് സുമേറിയൻ സ്ക്രിപ്റ്റ്. ഈ സുമേറിയക്കാരുടെ എഴുത്തുവിദ്യയാണ്, അവരുടെ ലിപിയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ക്യൂണിഫോം ലിപി. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ് ഹയറോഗ്ലിഫിക്സ് ലിപി പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞൊന്നാണ് ക്യൂണിഫോം ലിപി. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഹയറോഗ്ലിഫിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ക്യൂണിഫോം ലിപി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി, വെഡ്ജഡ് ഷേപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആപ്പ് കേട്ടോ, ആപ്പിൻ്റെ ആകൃതി, വെഡ്ജഡ് ഷേപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രാജകീയ വിളംബരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിരുന്നു. രാജകീയ വിളംബരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്ഷണറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രസീതുകളായിട്ട് ക്യൂണിഫോം ലിപി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ പ്രധാനമായിട്ടും ഇത് ടെറാക്കോട്ടയിലാണ് ഇതിവർ നിർമ്മിക്കുക. മണ്ണിൻ്റെ ടെറാക്കോട്ടയാണ്, കളിമൺ ഫലകങ്ങളിലാണ് ഇതിവർ നിർമ്മിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ഗിൽഗാമെഷിൻ്റെ എപ്പിക്കുകൾ, ഗിൽഗാമെഷ് എന്ന് പറയുന്നത് ഒരു രാജാവാണ്. ആ രാജാവിൻ്റെ ജീവിത കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ഈ ക്യൂണിഫോം ലിപിയിലാണെന്നാണ് ചരിത്രകാരന്മാർ വാദിക്കുന്നത്. അത് ക്യൂണിഫോം ലിപി ആ സുമേറിയക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു വിഭാഗമാണ് അവിടെ താമസിച്ച മറ്റൊരു വിഭാഗമാണ് ബാബിലോണിയൻസ് എന്ന് പറയുന്നത്.
അവിടെയുള്ള മറ്റൊരു വിഭാഗമാണ് അമോറിറ്റൈൻസ് എന്ന് പറയുന്നത്. ഈ അമോറിറ്റൈൻസ് എന്ന് പറയുന്നത് മാരി എന്ന് പറയുന്ന ഒരു സെൻറ്റർ കേന്ദ്രമാക്കി ഭരിച്ചിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ്. ഏതാണ് സ്ഥലം? മാരി എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, മാരി എന്ന് പറയുന്ന ഒരു ഏരിയ കേന്ദ്രമാക്കി ഭരിച്ച ഒരു വിഭാഗം ആൾക്കാരാണ്, ഒരു വിഭാഗം ഗ്രൂപ്പുകളാണ് അമോറിറ്റൻസ്. അവിടുത്തെ രാജാക്കന്മാർ, മാരിയിലെ രാജാക്കന്മാരുടെ ഗ്രൂപ്പ്, അവരുടെ വംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടി പറയണം അമോറിറ്റൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോഡ് ഓഫ് ഹമ്മുറാബി, ഇത് നമ്മൾ പറഞ്ഞതാണ്, ഒന്നും കൂടി നിങ്ങൾ വായിച്ച് നോക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോഡ് ഓഫ് ഹമ്മുറാബി. ഒരു സംശയം വേണ്ട, 4 മാർക്കിനൊക്കെ ഇത് ചോദിക്കാൻ ചാൻസുള്ള ഒരു ചോദ്യമാണ് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. പിന്നെ ബാബിലോണിയൻ ലിറ്ററേച്ചർ, ബാബിലോണിയൻ ആർട്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗമാണ് ചാൽഡിയൻസ് എന്ന് പറയുന്നൊരു വിഭാഗം. അതിൽ ഇവരുടെ ഈ ഒരു പീരീഡിനെ നിയോ ബാബിലോണിയൻ പീരീഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് നെബുക്ക് ചാൻഡനേസർ എന്ന് പറയുന്ന രാജാവ്. ഇദ്ദേഹത്തിന് പരീക്ഷയ്ക്ക് കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, അതായത് യുദ്ധത്തടവുകാരായിട്ടുള്ള യഹൂദന്മാരെ ഇദ്ദേഹം പിടികൂടുകയും യുദ്ധത്തിൽ തോപ്പിച്ച് ഇദ്ദേഹം പിടികൂടുകയും പിന്നെ അവരെ നീണ്ടകാലം ഈ ബാബിലോണിയക്കാരുടെ കീഴിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇവരെ അടിമകളാക്കി വെക്കുകയും ചെയ്തു. അതിനാണ് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുക. ബാബിലോണിയൻ അടിമത്തം മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി. ഇനി അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഉണ്ട്. അദ്ദേഹമാണ് ആടുന്ന പൂന്തോട്ടം അല്ലെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോണിയ, ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ചത് അദ്ദേഹമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹം നിർമ്മിച്ചതാണെന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആടുന്ന പൂന്തോട്ടം അദ്ദേഹം നിർമ്മിച്ചതാണെന്നുകൂടി ഓർത്ത് വെക്കുക. അതിനുശേഷം അവസാനം വന്നതുള്ള അസീറിയൻസ് എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അവർ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. അസീറിയൻസിൽ നിരവധി രാജാക്കന്മാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അസർബനിവാൽ എന്ന് പറയുന്ന ഒരു രാജാവ്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിനകത്ത് പിന്നെ വേറെ ഒന്നും പ്രധാനമായിട്ട് ചോദിക്കാൻ നമുക്ക് ചാൻസ് ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അക്കാഡിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവാണ് സർഗൺ എന്ന് പറയുന്ന രാജാവ്. ആ സർഗൺ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കണം. ചിലപ്പോൾ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ്. എന്താണ് മെസപ്പൊട്ടോമിയക്കാരുടെ ലെഗസി എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അതിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലെഗസി എന്ന് പറഞ്ഞാൽ അവരുടെ പൈതൃകം, മെസപ്പൊട്ടോമിയക്കാരുടെ പൈതൃകം വിവരിക്കുക എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറയണം ക്യൂണിഫോം സ്ക്രിപ്റ്റ്, ക്യൂണിഫോം ലിപി ഒരു പ്രധാനപ്പെട്ട അവരുടെ സംഭാവനയാണ്, ലെഗസിയാണ്, അല്ല അവരുടെ പൈതൃകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഴുതാൻ വേണ്ടി പറ്റുന്ന കോഡ് ഓഫ് ഹമ്മുറാബി അത് നിങ്ങൾക്ക് എഴുതാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം. ഇനി ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഓക്കെ എങ്ങനെയാണ് ചോദിക്കുക, ലെഗസി ഓഫ് മെസപ്പൊട്ടോമിയ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ അവരാണ് മാത്തമാറ്റിക്സിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഹരണം, ഗുണനം അതൊക്കെ കൊണ്ടുവന്നത് അവരാണ്. പിന്നെ അത് മാത്രമല്ല സോളാർ എക്ലിപ്സ്, അതായത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ കണ്ടുപിടിച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. അതും നിങ്ങൾക്ക് അതിനകത്ത് എഴുതാം. ഈജിപ്തുകാരും കണ്ടുപിടിക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഇതായിട്ട് കണ്ടുപിടിക്കുന്നത് അവരുടെ പേരിൽ ശരിക്കും ഇത് കണ്ടുപിടുത്തങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ മെസപ്പൊട്ടോമിയക്കാരാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി പേർഷ്യൻ എംപയറാണ്. ഈ പേർഷ്യൻ എംപയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബിലോണിയക്കാരെയൊക്കെ തോപ്പിച്ചുകൊണ്ട് പിന്നീട് സൈറസ് എന്ന് പറയുന്ന രാജാവ് ഭരണത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പേർഷ്യൻ എംപയർ രാജവംശം വളരെയധികം ഉന്നതിയിലെത്തുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ രാജാവാണ് സൈറസ്. നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ, കോഡ് CDX അല്ലേ, സൈറസ്, ഡാരിയസ്, സറസക്സ്. ഈ 3 രാജാക്കന്മാരാണ് പേർഷ്യൻ എംപയറിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. RDX ഓർക്കുന്നതിന് പകരം നമ്മൾ CDX എന്ന് ഓർക്കുക. സൈറസ്, ഡാരിയസ്, സറസക്സ്. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ ക്ലാസ് ആയിട്ട് കാണരുത്. ഞാൻ വീണ്ടും പറയുന്നു, ക്ലാസ് ആയിട്ട് കാണരുത്. ഇതൊക്കെ ചോദിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ സൈറസ് ആരാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം, അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിച്ചോളാം. ഇനി മറ്റൊരാളാണ് ഡാരിയസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാരിയസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഡാരിയസിൻ്റെ റിഫോംസിനെ കുറിച്ചും പഠിച്ചു വെക്കേണ്ടത്. ഡാരിയസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബഹുസ്ഥാൻ ഇൻസ്ക്രിപ്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ വേറെ എവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കാഡമിയിൽ നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ
ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടാവും, മുഴുവൻ മെറ്റീരിയൽസ് ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെമ്മ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തന്ന് നമുക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവായി പോകാനുള്ള ഇതൊക്കെ നമ്മളതിൽ ചെയ്തു തരും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത്രയും കഴിവുള്ള അധ്യാപകരൊക്കെ നിങ്ങൾക്ക് അതിൽ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിന് കൂടെ ഞാൻ പറഞ്ഞതെന്ന് മാത്രം. കാരണം നിങ്ങൾക്ക് എല്ലാ നോട്ടും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി പേർഷ്യൻ ഗവൺമെൻറ്റിനെ കുറിച്ച് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. പേർഷ്യൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരുടെ സത്രബി സിസ്റ്റമാണ്. സത്രബി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ സൈറസ് എന്ന് പറയുന്ന രാജാവ് സൈറസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഏരിയ ഇതാണ് അദ്ദേഹത്തിൻ്റെ കിങ് സൈറസ് എന്ന് പറയുന്ന രാജാവ് ഇവിടെ ഭരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, തൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ അദ്ദേഹം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയയാണ് സത്രബി അല്ലെങ്കിൽ പ്രവിശ്യാഭരണം അല്ലെങ്കിൽ പ്രോവിൻസ് എന്ന് വിശേഷിപ്പിക്കുക. ഇതിനാണ് സത്രബി സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് പേർഷ്യക്കാരാണ്. പിന്നീട് ഇന്ത്യക്ക് നമ്മൾ രാജാക്കന്മാരൊക്കെ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ പേർഷ്യക്കാരുടെ എക്കണോമി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് ചോദിച്ചൊരു ചോദ്യം, എന്താണ് ഗാനത്ത് സിസ്റ്റം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗാനത്ത് സിസ്റ്റം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗാനത്ത് സിസ്റ്റം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അത് ഭൂമിയുടെ അടിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർഗ്രൗണ്ട് ചാനൽ വഴി വെള്ളം കടത്തിവിടുന്ന ഒരു പരിപാടിയാണ് ഗാനത്ത് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുക. ഇത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പേർഷ്യക്കാരാണ്. നമ്മൾ മെസപ്പൊട്ടോമിയക്കാരെ പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സിഗുറത്തുകൾ അവരുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. മെസപ്പൊട്ടോമിയക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്, സിഗുറാത്ത്. അതൊന്ന് ഓർത്ത് വെക്കുക. മെസപ്പൊട്ടോമിയക്കാരുടെ അമ്പലങ്ങളാണ് ശരിക്കും സിഗുറാത്ത് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് കേട്ടോ, സിഗുറാത്ത്. ഇനി പേർഷ്യക്കാരുടെ മതമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതമാണ് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം. സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം പേർഷ്യക്കാരുടെ ഒരു പ്രധാനപ്പെട്ട മതമാണ്, സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സരത്തുഷ്ട്ര എന്ന് പറയുന്ന ഒരാളാണ് ഇത് രൂപീകരിച്ചത്. 1000 BC മുതൽ രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 600 BC ആണ് ശരിക്കും ഇതിൻ്റെ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അവരിന്നും ഫോളോ ചെയ്യുന്ന ഇറാനിലെ അല്ലെങ്കിൽ പേർഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പഴയ മതമാണ് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം. അപ്പോൾ മതമാണ് ശരിക്കും സൊറാസ്ട്രിയനിസം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം, ക്രിസ്തുമതം എന്നൊക്കെ അറിയപ്പെടുന്ന പോലെ, ഇസ്ലാം മതം എന്നൊക്കെ അറിയപ്പെടുന്ന പോലെ അവരുടെ ആ കാലഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു മതമാണ് സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ചൈനീസ് സംസ്കാരം, അതിനകത്ത് 2 പ്രധാനപ്പെട്ട നദികളുണ്ട്. ഒന്ന് യാങ്ടീസി, ഒന്ന് ഹൊയാങ്ങോ. യാങ്ടീസി അഥവാ ഹൊയാങ്ങോ. യെല്ലോ റിവർ എന്നറിയപ്പെടുന്ന ഏതാണ്? യെല്ലോ റിവർ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? നിങ്ങൾ മനസ്സിലോർത്ത് വെക്കുക. ഓക്കെ, അതേ നദിയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരും. അപ്പോൾ യെല്ലോ റിവർ, ഹൊയാങ്ങോ എന്ന് പറയുന്ന നദിയാണ് യെല്ലോ റിവർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ യാങ്ടീസി എന്നറിയപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ്, അതും കൂടി ഓർത്ത് വെക്കുക. ഈ യെല്ലോ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊയാങ്ങോ നദിയെയാണ് യെല്ലോ റിവർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ മഴ വലിയ കുത്തൊലിപ്പിലൂടെ മഴയെല്ലാം വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ചെളി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ചെളിയും ഇതൊക്കെ ചെളി വെള്ളത്തിൻ്റെ വ്യത്യാസം നമുക്കറിയാം, വളരെ മഞ്ഞ കലർന്ന വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് യെല്ലോ റിവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അവിടുത്തെ ആദ്യ കാലഘട്ടത്തിലെ ചൈനയിലെ മനുഷ്യന്മാരെയാണ് പീക്കിംഗ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പീക്കിംഗ് മാൻ? ചൈനയിലെ ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെയാണ് പീക്കിംഗ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ആളാണ് ജോൺ ഗുന്നാർ ആൻഡേഴ്സൺ. അദ്ദേഹം ഒരു സ്വീഡിഷ് ആർക്കിയോളജിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹം കണ്ടെത്തിയത്, ഈ പീക്കിംഗ് മാൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് സൗക്കൊടിയാൻ എന്ന് പറയുന്ന ഒരു കേവിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്നാണ്, ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സൗക്കൊടിയാൻ? അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 1927 കണ്ടെടുത്ത ഇതാണ്. ഓക്കെ, കണ്ടെടുത്തിട്ടുള്ള ആളാണ് പീക്കിംഗ് മാൻ. മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെടുത്ത ആളാണ് ആര്? ജോൺ ഗുന്നാർ ആൻഡേഴ്സൺ. ഏത് സൈറ്റിൽ വെച്ച്? സൗക്കൊടിയാൻ ഗുഹയിൽ വെച്ച് കണ്ടെത്തി. ഏത് വർഷം? 1927. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ അത് പഠിച്ചു വെക്കും.
പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അവരുടെ ആദ്യ കാലഘട്ടത്തിലെ കുറേ രാജവംശങ്ങളെക്കുറിച്ച് നമുക്ക് അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു രാജവംശം എന്ന് പറയുന്നത് ചാങ് രാജവംശമാണ്. അവരുടെ ഏത് രാജവംശമാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ടത്? ചാങ് രാജവംശമാണ്. അതിനൊക്കെ മുമ്പ് അവിടെ ചൈന ഭരിച്ച കുറച്ച് ചെറിയ കുഞ്ഞ് രാജവംശങ്ങളുണ്ട്. അതിലൊന്നാണ് സിയ ഡൈനാസ്റ്റി. ഏതാണ്? സിയ ഡൈനാസ്റ്റി. രണ്ടാമതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ചാങ് അല്ലെങ്കിൽ ഷാങ് രാജവംശം. കുറേ രാജവംശങ്ങൾ ചൈനയിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് സിയ, രണ്ടാമത്തേത് ഷാങ്. അതും കൂടി ഓർത്ത് വെക്കണം. ഷാങ് രാജവംശത്തെക്കുറിച്ച് ഓർത്ത് വെക്കണം. അവരുടെ റിലീജിയനാണ്, ഷാങ് രാജവംശത്തിൻ്റെ റിലീജിയനാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഷാങ് രാജവംശത്തിൻ്റെ റിലീജിയൻ, മതം. അതിൽ അവരുടെ മതം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഹ്യൂമൻ സാക്രിഫൈസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ്റെ സാക്രിഫൈസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകൃതിയിലുള്ള ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ കുറേ കഴിയുമ്പോൾ ഒരു പൂർവികരെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഒരു ഒറാക്കിൾ ബോൺ വർഷിപ്പ്, അസ്ഥികളെ വർഷിപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും അവരുടെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് എന്താണ് ഒറാക്കിൾ ബോൺ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വാട്ട് ഈസ് ഒറാക്കിൾ ബോൺ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് ഒറാക്കിൾ ബോൺ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒറാക്കിൾ അസ്ഥികൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊന്നുമില്ല, അത് ഈ ആമയുടെയോ എന്തെങ്കിലും ജീവികൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അസ്ഥികൾ കൊണ്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെക്കും, ഇങ്ങനെ പോറി വരച്ച് വെക്കും. എന്നിട്ട് അവരത് തീയിലിട്ടത് എന്നിട്ട് അതിനോടൊരു ചോദ്യങ്ങൾ ചോദിക്കും. ഇനി വരാനിരിക്കുന്ന യുദ്ധത്തിൽ നമ്മൾ ജയിക്കില്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് തീയിൽ നിന്നിങ്ങനെ പൊട്ടും, വിണ്ട് കീറുന്ന സമയത്ത്, പൊട്ടി വരുന്ന സമയത്ത് അതിനുള്ള ഉത്തരം അവർക്ക് കിട്ടും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വിശ്വസിക്കുക അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തീയിലിട്ട് കഴിഞ്ഞാൽ വിണ്ട് കീറുകയും പൊട്ടുകയൊക്കെ ചെയ്യും, നശിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലുള്ള കൺസെപ്റ്റുകൾ അവർക്കുണ്ടായിരുന്നു. അതായത് ഇവരുദ്ദേശിക്കുന്നത് ഇവരുടെ പൂർവികരാണ് ഇതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതെന്നാണ് ഇവരെന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിരുന്നത്. അതാണ് ഒറാക്കിൾ ബോൺ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. പിന്നെ അതിനകത്ത് ഒറാക്കിൾ ബോണാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ അവരുടെ റൈറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അത് ഒറാക്കിൾ ബോണാണ് എഴുതേണ്ടത്. ചൈനീസുകാരുടെ റൈറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഒറാക്കിൾ ബോണാണ്. കാരണം ഈ ബോണിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, അനിമൽസിൻ്റെ ബോണുകളിലാണ് അവരിത് എഴുതുന്നത് കേട്ടോ. ക്ലേയിലല്ല, ടാബ്ലറ്റിൽ, കളിമൺ ഫലകത്തിലല്ല ഇവർ എഴുതിയിട്ടുണ്ടായത്. മുക്കാൽ ഭാഗവും ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നത് അനിമൽസിൻ്റെ ബോൺസിലാണ്. അതും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രാജവംശമാണ് ചൗ രാജവംശം. ചൗ രാജവംശത്തെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 വിഭാഗം ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കുക. വെസ്റ്റേൺ ചൗ, അതേപോലെ തന്നെ ഈസ്റ്റേൺ ചൗ, 2 ഗ്രൂപ്പുകളുണ്ട്. കിഴക്കും പടിഞ്ഞാറും രാജവംശം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്, അതും കൂടി ഓർത്ത് വെക്കുക. പിന്നെ അവരുടെ മതം എന്ന് പറയുന്നത് കുറേ ഡൈറ്റികളെ ഇവർ ആരാധിച്ചിട്ടുണ്ട്, അതും കൂടി ഓർത്ത് വെക്കണം. റിലീജിയനാണ് ഇതിൽ പ്രധാനം. ഇതിൽ ചോദിച്ചത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. റിലീജിയൻ, ചൗ ഡൈനാസ്റ്റിയുടെ റിലീജിയനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറേ മതങ്ങളും പോട്ടെ കുറേ ദൈവങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ ഈ ഏജ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ് എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പരസ്പരം കലഹിക്കുന്ന സംസ്ഥാനങ്ങൾ? ഏജ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്. അതായത് ആ കാലഘട്ടത്തിൽ അന്ന് കുറേ കുഞ്ഞു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ കുഞ്ഞു രാജ്യങ്ങളുണ്ടായിരുന്നു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കലഹിക്കും. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തര യുദ്ധങ്ങളൊക്കെയാണ്. അതിനാണ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫൈനൽ വിക്ടറി ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ക്വിൻ എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റിയാണ് വിജയിച്ചത്? ക്വിൻ എന്ന് പറയുന്ന ഡൈനാസ്റ്റി. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്തു, തോറ്റുപോയി. പിന്നീട് അവസാനം വിജയിച്ചത് ഏത് ഡൈനാസ്റ്റിയാണ്? ക്വിൻ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയാണ് വിജയിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. പിന്നെ അതിനകത്ത് ചോദിച്ച ചോദ്യം ക്വിൻ ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട രാജാവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് നോക്കണം. ഷി ഹുവാങ് ടി എന്ന് പറയുന്ന രാജാവാണ്. ഷി ഹുവാങ് ടി ചൈനയിലെ ക്വിൻ രാജവംശം ഭരിച്ച രാജാവാണ് ഷി ഹുവാങ് ടി. നമ്മൾ പറഞ്ഞല്ലോ ഈ വാറിംഗ് സ്റ്റേറ്റിൻ്റെ കാലഘട്ടത്തിൽ
പരസ്പരം കലഹിച്ചതിൽ അവസാനം വിജയിച്ച ആരാണ്? ക്വിൻ ഡൈനാസ്റ്റിയാണ്. ആ ക്വിൻ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രാജാവാണ് ആര്? ഷി ഹുവാങ്ടി. അദ്ദേഹമാണ് ചൈനയിലെ ഗ്രേറ്റ് വാള്, വൻമതിൽ നിർമ്മിക്കുന്ന അദ്ദേഹമാണ് കേട്ടോ. വൻമതിൽ, ചൈനയിലെ വൻമതിൽ നിർമ്മിക്കുന്ന ആരാണ്? ഷി ഹുവാങ്ടി എന്ന് പറയുന്ന രാജാവാണ്. ഓക്കെ, അതും കൂടി ഓർത്ത് വെക്കാം. പിന്നെ മറ്റൊരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്, കൺഫ്യൂഷ്യാനിസം എന്നാൽ എന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷ്യാനിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിലോസഫിക്കൽ സെക്റ്റാണ്, ഫിലോസഫിക്കൽ സ്കൂളാണ്. എല്ലാത്തിനെയും കൺഫ്യൂസായിട്ട് കാണാം. അത് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്ന കൺഫ്യൂഷ്യസാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും വളരെ കൺഫ്യൂസായിട്ടാണ് നോക്കിയിരുന്നത്, കൺഫ്യൂഷനായിട്ടാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. അതായത് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മൂല്യതയ്ക്കും ധാർമ്മികതയ്ക്കും എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ദൈവം എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മികതയ്ക്കും മൂല്യത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഇത് പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൺഫ്യൂഷ്യാനിസം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ റിലീജിയനാണ്, ഇതാണ് കൺഫ്യൂഷ്യാനിസം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതൊന്നും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക, നോട്ടിൽ നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 5 ബുക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, 5 ക്ലാസിക്സ് ഓഫ് കൺഫ്യൂഷ്യാനിസം. ഓക്കെ, ഏതൊക്കെയാണ്? ഐച്ചിങ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങളാണ് 5 ക്ലാസിക്സ് എന്നറിയപ്പെടുന്നത്? ഐച്ചിങ്, ഷൂച്ചിങ്, ഷിച്ചിങ്, ലീച്ചി, ചൗച്ചി. നമുക്കറിയാം ഇതൊക്കെ വാക്കുകളൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 5 ക്ലാസിക്സ് ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. അത് കൺഫ്യൂഷ്യാനിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ മറ്റൊരാളാണ് താവോയിസം, മറ്റൊരു ഫിലോസഫിക്കൽ സ്കൂളാണ് താവോയിസം. അത് നിർമ്മിച്ച ആളാണ്, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ആളാണ് ലാവോത്സു. ആരാണ്? ലാവോത്സുവിൻ്റെ ഫിലോസഫിക്കൽ സ്കൂളാണ് യഥാർത്ഥത്തിൽ കൺഫ്യൂഷ്യാനിസം എന്ന് വിശേഷിപ്പിക്കുന്നത്, താവോയിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതാണ് ലാവോത്സു. പിന്നെ ചൈനയിലെ ബുദ്ധമതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഹുയാൻസാങ് ആരാണെന്ന് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹുയാൻസാങ് ആരാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഹുയാൻ സാങ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കാം. ഹുയാൻ സാങ് ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹുയാൻ സാങ് ആരാണെന്ന് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്യാസിയാണ്, ബുദ്ധമതത്തിൻ്റെ ഒരു സന്യാസിയാണ് ഹുയാൻ സാങ് എന്ന് പറയുന്നത്. അദ്ദേഹം നളന്ദ സർവകലാശാലയിൽ കുറേ കാലം അദ്ദേഹം താമസിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ബുദ്ധമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നീട് അദ്ദേഹം ഹർഷവർദ്ധൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഹുയാൻ സാങ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിലെ ബുദ്ധിസം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൂടുതലും പ്രയത്നിച്ച ഒരു വ്യക്തികളിൽ ഒരാളാണ് ഹുയാൻ സാങ്. പിന്നെ മറ്റൊരാളാണ് ഫാഹിയാൻ സാങ്. ഇതാണ് ഫാഹിയാൻ. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബുദ്ധിസം പ്രീച്ച് ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധിസം പ്രചരിപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും സവിശേഷത, അദ്ദേഹത്തിൻ്റെയും പ്രാധാന്യം. ഇതാണ് ഹുയാൻ സാങ്. ഓക്കെ, ഇത് വായിച്ചു നോക്കുക. ഹുയാൻ സാങ്ങിനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ചോദിച്ചിട്ടുണ്ട് പരീക്ഷ. പിന്നെ അവരുടെ ഒരു ചരിത്രകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് സുമാച്ചിൻ. അദ്ദേഹത്തിൻ്റെ പേരാണത് സുമാച്ചിൻ. ചൈനയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ആര്? സുമാച്ചിൻ. അതും കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ, സുമാച്ചിൻ.
ചൈനക്കാരുടെ ലെഗസി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചിലപ്പോൾ എസ് എ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 10 മാർക്കിനായിരിക്കും അത് ചോദിക്കുക. ചൈനക്കാരുടെ ലെഗസി, അവരുടെ പൈതൃകം, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു നോക്കുക. അതിൽ ചൈനയിലെ ആർട്ട്, അവരുടെ ബുദ്ധമതത്തിൻ്റെ ആർട്ട്, ഇതൊക്കെ നോട്ടിൽ തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പെയിൻറ്റിങ്, ഓക്കെ, പിന്നെ അവരുടെ കയ്യെഴുത്ത്, കാലിഗ്രഫി, ഓക്കെ, ഇതൊക്കെ നമ്മൾ തന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ ചൈനയിലെ ഗ്രേറ്റ് വാള്, ചൈനയിലെ വൻമതിൽ അല്ലേ, പിന്നെ കനാല്, ഇതൊക്കെ എഴുതി വെക്കുക. മ്യൂസിക്, സയൻസ്, ടെക്നോളജി, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ ട്രേഡ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അത് എസ് എ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനീസ് ലെഗസി അതൊന്ന് പഠിച്ചു. ഇതിൽ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇല്ലിയഡ് ഒഡീസി എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലിയഡ് ഒഡീസി, ഹോമർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഹോമർ. ഇല്ലിയഡ് ഒഡീസി ആരാണ്? ഹോമർ. ഇല്ലിയഡ് ഒഡീസി എഴുതിയാരാണ്? ഹോമർ. ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചോളാം. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്: എന്താണ് ക്രൈറ്റൻ നാഗരികത, എന്താണ് ക്രൈറ്റൻ സിവിലൈസേഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് അത് പഠിച്ചു വെക്കുക. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഈ പാഠത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഗ്രീക്കിലെ പ്രധാനപ്പെട്ട 2 സിറ്റി സ്റ്റേറ്റുകൾ. ഒന്ന് ഏതൻസ് ആണ്, മറ്റേത് സ്പാർട്ടയാണ്. ഏതൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡെമോക്രസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ്, സിറ്റിയാണ്. ഗ്രീക്കിലെ ഒരു സിറ്റിയാണ്, പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഏതൻസ്. അപ്പോൾ ഗ്രീക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിറ്റിയാണ് സ്പാർട്ട. ഈ സ്പാർട്ട എന്ന് പറഞ്ഞാൽ അവർ മിലിറ്ററിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. മിലിറ്ററി ഫങ്ഷൻസിനാണ് കൂടുതൽ അവരെന്ത് ചെയ്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മിലിറ്ററി ഫങ്ഷൻസിനാണ് കൂടി ഓർത്ത് നോക്കുക കേട്ടോ. ഏതൻസ്, സ്പാർട്ട, ഇതൊക്കെ നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. അതുപോലെ അങ്ങ് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പേർഷ്യൻ ബാർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പെലപ്പനേഷ്യൻ ബാർ? ഇതും 4 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കണേ. ഇപ്പോൾ തന്നെ 1 മണിക്കൂറിന് മുകളിലായി. അതുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് 4 മാർക്ക്. പേർഷ്യൻ ബാർ 4 മാർക്ക്, പെലപ്പനേഷ്യൻ ബാറും 4 മാർക്ക്. ഓക്കെ. പിന്നെ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഒരു എസ്സേ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ആരാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് പഠിച്ചു വെക്കുക. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ശരിക്കും മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവ് 2ാമൻ്റെ മകനാണ് അലക്സാണ്ടർ. ചെറുപ്പം മുതലേ ഏകദേശം 13ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം രാജാവിൻ്റെ പദവി സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം നമ്മുടെ പേർഷ്യൻ രാജാക്കന്മാരൊക്കെ അദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പുസ്തകങ്ങളാണ് ഒന്ന് ബിബ്ലി തോക്ക ഹിസ്റ്റോറിയ. ഇത് പരീക്ഷയ്ക്ക് ഒരുക്കി ചോദിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയത് ആരാണ്? ബിബ്ലി തോക്ക ഹിസ്റ്റോറിയ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഡിയോഡോറസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൺവേഡുകളൊക്കെ നോക്കുക. പിന്നെ ഹിസ്റ്ററി ഓഫ് അലക്സാണ്ടർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആര്യൻ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നീട് അങ്ങനെ കുറേ മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക വളരെ പ്രധാനപ്പെട്ടതാണ്. മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക. പിന്നെ ഇതേ പുസ്തകം ആര്യൻ എന്ന് പറയുന്ന ഒരാളും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. ആര്യൻ, ഇൻഡിക്ക മെഗസ്തനീസിൻ്റെ പുസ്തകവുമാണ്. അറ്റ് ദ സെയിം ടൈം ആര്യൻ എന്ന് പറയുന്ന ആളും ഇൻഡിക്ക എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആര്യൻ. മാസിഡോണിയൻ എംപയർ ചോദിക്കാൻ ചാൻസ്. മാസിഡോണിയയിലെ രാജാവാണ് ശരിക്കും അലക്സാണ്ടർ. അതും കൂടി ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് സോഫികൾ? ആരാണ് സോഫിസ്റ്റുകൾ? അതൊരു ഫിലോസഫിക്കൽ ഗ്രൂപ്പാണ്. അതും കൂടി പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നോട്ടൊക്കെ വ്യക്തമായിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ. ആരാണ് സോഫിസ്റ്റുകൾ? നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ നോട്ടിൽ നിങ്ങൾക്കത് കൃത്യമായിട്ടും കാണാൻ പറ്റും. സോക്രട്ടീസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലേറ്റോ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 4 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവർ സ്ഥാപിച്ച സ്കൂളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലൈസിയം സ്കൂൾ ആരാണ് സ്ഥാപിച്ചത്? സോക്രട്ടീസ് മരിച്ചത് എങ്ങനെയാണ്? സോക്രട്ടീസ് മരിച്ചത് എങ്ങനെയാണ്? ഹെംലോക്ക് എന്ന് പറയുന്ന ഒരു ചെടിയുടെ വിഷം കഴിച്ചിട്ടാണ് സോക്രട്ടീസ് മരിച്ചത്. ഓക്കെ. അപ്പോൾ അതുപോലെ പ്ലേറ്റോ, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? പ്ലേറ്റോയുടെ ശരിക്കുള്ള പേരെന്താണ്? അല്ലേ? അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? അവർ സ്ഥാപിച്ച സ്കൂളിൻ്റെ പേരെന്താണ്? അല്ലേ? ലൈസിയമാണ് അരിസ്റ്റോട്ടൽ സ്ഥാപിച്ച സ്കൂളിൻ്റെ പേര്. അങ്ങനെ പല പേരുകളിലും പല ആൾക്കാരും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായിട്ട് അത് പഠിച്ചു വെക്കുക.
ഗ്രീക്കുകാരുടെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഗ്രീക്ക് ലെഗസി. ഈ എല്ലാ പാഠഭാഗത്തിൻ്റെയും എല്ലാ ബ്ലോക്കിൻ്റെയും യൂണിറ്റ് 6 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അത് എസ്സേക്ക് ചാൻസുള്ള സ്കോപ്പുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? എല്ലാ ബ്ലോക്കിൻ്റെയും യൂണിറ്റ് 6 ഒന്ന് നോട്ട് ചെയ്യണം. കാരണം അത് എസ്സേ വരാൻ ചാൻസാണ്. ഇനിയിപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ സമയമൊന്നുമില്ല, കാരണം നാളെയാണ് പരീക്ഷ. വളരെ പെട്ടെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്നുള്ളത്. ഈ തന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് 100% നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ലെഗസി ചോദിച്ചാൽ, ഗ്രീക്കുകാരുടെ ലെഗസി ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക, ഗ്രീക്ക് ആർട്ടൊക്കെ എഴുതുക കേട്ടോ. റോമൻ സിവിലൈസേഷൻ, റോമൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് 2 വ്യക്തികളാണ്. ഫൗണ്ടിങ് ഓഫ് റോം അല്ലേ, ആരൊക്കെയാണ്? റോമുലസ്, റമസ് എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ് സ്ഥാപിക്കുന്നത്. അത് ഓർത്ത് നോക്കാം. പിന്നെ റോമിൽ 2 വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമാണ് പാട്രീഷ്യൻസ്, രണ്ടാമത്തതാണ് പ്ലെബിയൻസ്. പാട്രീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിഭാഗക്കാരാണ്, അവർ എലൈറ്റ് വിഭാഗക്കാരാണ്, അവർ ഹയർ അതോറിറ്റീസാണ്, അവർ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്, ഗവൺമെൻറ് ഭരിക്കുന്ന ആൾക്കാരാണ്. ഇനി പ്ലെബിയൻസ് എന്ന് പറയുന്നത് ഫാർമേഴ്സാണ്, ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, അല്ലേ, വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ എന്താണെന്ന് പരീക്ഷയ്ക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ, എന്താണ് സ്ട്രഗിൾ ഓഫ് ഓർഡേഴ്സ് എന്താണെന്ന് പരീക്ഷയ്ക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ പാട്രീഷ്യൻസും പ്ലെബിയൻസും തമ്മിൽ കാലങ്ങളായിട്ട് കുറേ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പാട്രീഷ്യൻസ് എന്ന് പറയുന്നത് അവർ ഉന്നത വിഭാഗക്കാരാണ്, പ്ലെബിയൻസ് എന്ന് പറയുന്നത് അവർ സാധാരണക്കാരാണ്. അവർക്ക് ശരിക്കും ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ വലിയ പ്രാധാന്യമൊന്നും ആർക്കില്ല, ഈ പ്ലെബിയൻസിനില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ മുകളിലൊരു ഡോമിനേഷൻ വേണം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്രീഷ്യൻസും പ്ലെബിയൻസും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിനാണ് 3 ഓർഡേഴ്സ് എന്ന് വിശേഷിപ്പിക്കുക, സ്ട്രഗിൾ ഓഫ് 3 ഓർഡേഴ്സ്. അത് ഓർത്ത് വെക്കുക. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട നിയമമാണ് ലോ ഓഫ് 12 ടേബിൾസ്, 12 ടേബിൾസ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. എൻ്റെ അവസാന ഫൈനൽ വിക്ടറി പ്ലെബിയൻസിനാണ്. പാട്രീഷ്യൻസിനെ അവർ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്ലെബിയൻസാണ്. ഓക്കെ, പിന്നെ പ്യൂണിക് യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും 3 പ്യൂണിക് യുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും കൂടി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതും കൂടി ഓർത്ത് വെക്കുക. ഇനി ചില പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ലേവറി, അല്ലെ, അടിമത്തം. റോമിലെ അടിമത്തത്തെക്കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് എഴുതാൻ വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ റോമക്കാർക്ക് അവരുടെ വീടുകളിൽ പണിയെടുക്കാനും കൊട്ടാരങ്ങളിൽ പണിയെടുക്കാനൊക്കെ സ്ലേവുകളെ കിട്ടിയിരുന്നു. അപ്പോൾ അഗസ്റ്റസ് സീസറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, അഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ കുറേ അധികം സ്ലേവുകളെയൊക്കെ ഇവർ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കുക. വളരെ സിമ്പിളാണ് ഈ സാധനങ്ങളൊക്കെ, വലിയ ടെൻഷനൊന്നും നിങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് ക്ലാസ് ഓഫ് സ്ട്രഗിൾ സ്റ്റഡി. നമ്മൾ പറഞ്ഞല്ലോ സ്ട്രഗിൾ ഓഫ് ഓർഡേഴ്സ്, അതാണിത്. പിന്നെ ജൂലിയസ് സീസർ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നോട്ടിൽ തന്നിട്ടുണ്ട്. ആരാണ് അഗസ്റ്റസ് സീസർ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് നോട്ടിൽ തന്നിട്ടുണ്ട്. റിഫോംസ് എന്താണ്? പാക്സ് റൊമാന, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാക്സ് റൊമാന എന്താണെന്ന് പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും സമാധാനം എന്നാണ് പാക്സ് റൊമാന അർത്ഥം. അതായത് റോമൻ സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ അഗസ്റ്റസ് സീസർ ഭരിക്കുന്ന സമയം നല്ലൊരു കാലഘട്ടമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വലിയ ആഭ്യന്തര യുദ്ധങ്ങളോ വലിയ കലഹങ്ങളോ ഒന്നുമില്ല. മെഡിറ്ററേനിയൻ തീരത്തൊക്കെ ആണെങ്കിൽ വ്യാപാരമൊക്കെ വളരെ സുഗമമായിട്ട് നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വലിയ രീതി പ്രശ്നമൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിനെയാണ് എക്കണോമിക്കലി പൊളിറ്റിക്കലി പ്രശ്നമൊന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് പാക്സ് റൊമാന എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അതാണ് പാക്സ് റൊമാന. പിന്നെ എന്താണ് ക്ലിയോപാട്ര, അല്ലെങ്കിൽ ആരാണ് ക്ലിയോപാട്ര എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. അത് നോട്ടിൽ നമ്മൾ PYQലെല്ലാം കുറേ തവണ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ക്ലിയോപാട്ര. പിന്നെ റോമക്കാരുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നിരവധി കാരണങ്ങളുണ്ട്. സിവിൽ വാറാണ്, 2 ബാർബേറിയൻ അറ്റാക്കാണ്, പിന്നെ ബാറ്റിൽ ഓഫ് അഡ്രിനോപ്പിൾ എന്ന് പറയുന്ന യുദ്ധമാണ്, പിന്നെ ഡിക്ലൈൻ ഓഫ് ട്രേഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വലിയൊരു മഹത്തായിട്ടുള്ള ഒരു ഗ്രേറ്റ് എംപയർ എന്ത് ചെയ്യുന്നുണ്ട്, തകർന്നു വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വൺ വേർഡ് ഇങ്ങനെ ചോദിക്കാം, റോമിൽ ക്രിസ്തുമതം കൊണ്ടുപോകുന്ന രാജാവ് അത് ആരാണ്? കോൺസ്റ്റാന്റിനാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, യൂണിറ്റ് 6 അല്ലെങ്കിൽ 5, ഈ 6-ാമത്തെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും പറയുന്നത്. പക്ഷേ ചില യൂണിറ്റിൽ
6 ചിലതിൽ 6 ചിലതിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂണിറ്റ് 5 ഇതിനകത്ത് റോമൻ ലെഗസി ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ലെഗസി എന്ന് കാണുന്ന ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ എസ്സേ ചോദിക്കാനുള്ള ചാൻസ് അധികമാണ്. റോമൻ ഹെറിറ്റേജ് ആണ് ഇതിൽ 6ാമത്തേത്. അതിനകത്ത് ഫിലോസഫി, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ ആർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്, എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ 6ാമത്തെ പാഠഭാഗം, ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ലാറ്റിൻ അമേരിക്കൻ കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഭാഗം വടക്കേ അമേരിക്ക, ഒരു ഭാഗം തെക്കേ അമേരിക്ക. ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളെയാണ് മെസോ അമേരിക്ക എന്ന പേരിൽ വിശേഷിപ്പിക്കുക. എങ്ങനെ വിശേഷിപ്പിക്കുക? മെസോ അമേരിക്ക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരങ്ങളാണ്, ഒന്ന് ആസ്ടെക് സംസ്കാരം, ആസ്ടെക്, ഓക്കെ, പിന്നെ മായൻ സംസ്കാരം. ഈ 2 സംസ്കാരങ്ങളാണ് മെസോ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. ഇനി തെക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ് പെറു അല്ലെങ്കിൽ ഇൻകാ സംസ്കാരം. തെക്കേ അമേരിക്കയിൽ ഉണ്ടായതാണ് ഇൻകാ സംസ്കാരം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ കുഞ്ഞു കൾച്ചറുകളെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അതിന് മുമ്പ് ആദ്യം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കൾച്ചറുകളാണ്. ഒന്ന് ഓൾമെക് കൾച്ചർ എന്ന് പറയുന്നത്. ഓൾമെക് കൾച്ചർ ഇവർ മെക്സിക്കോയിലാണ് ഇവരുടെ ആദ്യത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. മെക്സിക്കോയിൽ ഉയർന്നു വന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഒരു സാമ്രാജ്യമാണ്, കുഞ്ഞു സാമ്രാജ്യമാണ്. ഈ ആസ്ടെക്കുകളും മായന്മാരും ഈ ഇൻകകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ മെസോ അമേരിക്കയിൽ അല്ലെങ്കിൽ നമ്മുടെ വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഓൾമെക് സംസ്കാരം. ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ഇതിൽ നിന്നൊരു 1 വേർഡ് ചോദിച്ചിട്ടുണ്ട്. ഇവർ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു ജാഗർ എന്ന് പറയുന്ന ഒരു പുലിയുടെ ടൈപ്പുള്ള ഒരു ഇത് അവർ വർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഓർത്ത് നോക്കട്ടെ. ജാഗർ വർഷിപ്പ്, അതായത് ഇതാണ് ജാഗർ വർഷിപ്പ്. എന്താണ് ജാഗർ വർഷിപ്പ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മറ്റൊരു സംസ്കാരമാണ്, അതേ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു സംസ്കാരമാണ് തിയോവാക്കിയൻ സംസ്കാരം. അത് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരമാണ്. അതാണ് എയർലി കൾച്ചർ എന്ന് പറയുന്നത്, എവിടുത്തെ തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും. ഇനി വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന മെസോ അമേരിക്കൻ റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു മായൻ സിവിലൈസേഷൻ. ആ മായൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്നത്. അത് ഇന്നും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആൾക്കാർ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ എത്തുന്നുണ്ട്. പിന്നെ ഈ മായന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവർ ടെറസ്ഡ് പിരമിഡുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിരമിഡുകൾ ഈജിപ്തുകാരുടെ സവിശേഷതയാണ്, പക്ഷേ ഇവരുടെ സവിശേഷത എന്താണ്? ടെറസ്ഡ് ആയിട്ടുള്ള പിരമിഡുകളാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ സ്പെയിൻകാരുടെ അറ്റാക്ക് മൂലം ഇവരുടെ സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മായൻ സംസ്കാരം തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള അറ്റാക്ക് ഏതാണ്? സ്പാനിഷ് അറ്റാക്കാണ്, സ്പെയിൻകാരുടെ അറ്റാക്കാണ് കേട്ടോ, അത് ഓർത്ത് വെക്കും. പിന്നെ മായന്മാരുടെ ലെഗസി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് അവരുടെ, ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മായന്മാരുടെ ലെഗസി എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു നോക്കണേ. ഒന്ന് കലണ്ടറാണ്, 3 തരത്തിലുള്ള കലണ്ടറുകൾ അവരുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കലണ്ടറുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ മായന്മാരുടെ കലണ്ടർ അനുസരിച്ച് ലോകാവസാനമൊക്കെ പ്രവചിക്കേണ്ടത് 2012 ലോകം അവസാനിക്കുന്നവർ പറഞ്ഞു. പക്ഷേ എന്താ വെച്ചാൽ ശരിക്കും അവരുടെ കലണ്ടർ 2012 വരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം അവർ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ സംസ്കാരം എന്ത് വിശേഷിപ്പിച്ചത്, പെട്ടെന്ന് തന്നെ ഭൂമി അവസാനിക്കുമെന്ന് പറഞ്ഞത് 2012 അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അവരുടെ സവിശേഷത റൈറ്റിംഗ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അവരുടെ സംഭാവനയാണ്. പിന്നെ അവരുടെ മതം, ഈ മായന്മാരുടെ പ്രധാനപ്പെട്ട സവിശേഷത കുറേ ദൈവങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർ ആദ്യമായിട്ട് മരിച്ച ആൾക്കാരെ പിന്നെ കുഴിച്ചിടാൻ തുടങ്ങിയിട്ടുള്ളത് ഇവരാണ്. മരിച്ച ആൾക്കാർ മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങിയ ആൾക്കാർ മായന്മാരാണ്. അതിന് മുമ്പ് അവർ കത്തിക്കൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇവർ കൊണ്ടുവന്നത് ഇവരാണ് കേട്ടോ. പിന്നെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലെല്ലാം ഇവർ വിശ്വസിച്ചിരുന്നു. പിന്നെ നരബലി ഇവർക്കുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഓർത്ത് നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വിഭാഗമാണ് ആസ്ടെക്. ഈ ആസ്ടെക്കുകളെ കുറിച്ച് നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ആരാണ് ആസ്ടെക്കുകളെ കുറിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതണം. നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്. ആസ്ടെക്കുകളുടെ തലസ്ഥാനമാണ് ടെനോക്ടൽ. ആസ്ടെക്കുകളുടെ തലസ്ഥാനമാണെന്ത്, ടെനോക്ടൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആസ്ടെക്കുകളെ നശിപ്പിക്കുന്നത് സ്പെയിൻകാരാണ്. സ്പാനിഷ് അറ്റാക്കാണ് ആസ്ടെക്കുകളുടെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഈ ആസ്ടെക്കുകൾ മെസോ അമേരിക്കൻ ഭാഗത്ത്, അതായത് വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെ ഇടയിൽ വരുന്ന സ്ഥലങ്ങളാണ് മെസോ അമേരിക്ക എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആരംഭിച്ച ഒരു സംസ്കാരമാണ് ആസ്ടെക് സംസ്കാരം, അതും കൂടി ഓർത്തു.
പിന്നെ ഈ ആസ്ടെക്കുകളുടെ ഏറ്റവും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് ഇൻകം, അവരുടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത് യുദ്ധങ്ങളാണ്. യുദ്ധത്തിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ വരുമാനം അവർ നേടിയെടുത്തിരുന്നത്. അതും കൂടി ഓർത്ത് വെക്കുക. പിന്നെ അവരുടെ ടെക്നോളജി, അതും കൂടി ഓർത്ത് വെക്കുക. പിന്നെ അവർ നിർമ്മിച്ചിരുന്ന ഒരു കൃത്രിമ തടാകമുണ്ട്, അതിൻ്റെ പേരാണ് ചിനാംബസ്. ആസ്ടെക്കുകൾ നിർമ്മിച്ച കൃത്രിമ തടാകമാണെന്ത്? ചിനാംബസ് കേട്ടോ. ചിനാംബസ് ഓർത്ത് വെക്കുക. ചിനാംബസ്. പിന്നെ ഇൻക എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലെ പെറു എന്ന് പറയുന്ന രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് ഇൻക സാമ്രാജ്യം. അവരുടെ ഭാഷയാണ്, അവർ സംസാരിച്ചിരുന്ന ഭാഷയാണ് കെച്ചുവ. അവരുടെ ഭാഷയാണ്, അവർ സംസാരിച്ചിരുന്ന ഇൻകകൾ സംസാരിച്ചിരുന്ന ഭാഷയാണിത് കെച്ചുവ എന്ന് പറയുന്ന ഭാഷ. ഇൻക സാമ്രാജ്യം സംസാരിച്ചിരുന്ന അവിടുത്തെ ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ കെച്ചുവ എന്ന് പറയുന്ന ഭാഷയാണ്. അഗ്രികൾച്ചർ അത് ചോദിച്ചിട്ടുണ്ട്. ഇൻകാസിൻ്റെ അഗ്രികൾച്ചർ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അവരുടെ ചോളം കൃഷിയാണ്. മായന്മാരും ഇൻകകളും പ്രധാനപ്പെട്ട കൃഷി ചോളം കൃഷിയാണ്. അതും കൂടി ഓർത്ത് വെക്കുക. പിന്നെ ഇവരുടെ രണ്ട് തട്ട് കൃഷി, ടെറസ്ഡ് ആയിട്ടുള്ള കൃഷി, തട്ടായിട്ടുള്ള കൃഷി ആരംഭിച്ചത് ഇൻകകളാണ്. അതും കൂടി ആലോചിച്ച് വെക്കുക. റിലീജിയൻ നമ്മൾ നോട്ടിൽ തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വളരെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നിങ്ങളൊരു ക്ലാസ്സിൻ്റെ രീതിയിലേക്ക് എടുക്കരുത്. ഏതൊക്കെ ചോദിക്കാം, ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളിതൊക്കെ നോക്കി തീരും എന്നുള്ളത് നമുക്ക് ഈ ഒരു മണിക്കൂർ തന്നെ നിങ്ങൾക്കിത് ഒന്ന് വളരെ പെട്ടെന്നൊന്ന് സ്പീഡായിട്ട് ഒന്ന് പ്ലേയിങ് സ്പീഡൊന്ന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 2 ഒക്കെ ഇട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അവസാന ലാപ്പ് ഒന്ന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. ഒരിക്കലും ഒരു ക്ലാസ്സിൻ്റെ രീതിയിലേക്ക് എടുക്കരുത്. ക്ലാസ് നമ്മളിങ്ങനെയല്ല എടുക്കുക, ഇങ്ങനെയല്ല നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം, നിങ്ങൾ നോക്കി ഇപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ 6 ബ്ലോക്കും തീർക്കാനുള്ള ഒരു പെടാപ്പാട് നമുക്ക് ഉണ്ട്. പെട്ടെന്ന് തന്നെ തീർക്കാം, അല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് നമ്മുടെ നബിൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തയ്യാറാക്കിയെന്ന് മാത്രം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 70-80% പഠിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ അവസാനത്തെ ബ്ലോക്കൊക്കെ പഠിക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിക്ക് പരീക്ഷ എഴുതുക, ഒന്നും പഠിക്കണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു ക്ലാസ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു, ആ ക്ലാസ്സല്ല, ഈ ഒരു സെഷൻ. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരാൻ വേണ്ടി മാത്രം ചെറുങ്ങണം. ഇനിയും സംശയമുള്ള ആൾക്കാരുണ്ടാവും, ദയവായി നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ശരി.